പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 ഹ്യൂമാനിറ്റീസിലും അതുപോലെ തന്നെ കൊമേഴ്സിലും വരുന്ന എക്കണോമിക്സ് കോഡ് നമ്പർ 318ന്റെ ന്യൂ സിലബസ് അനുസരിച്ച ക്ലാസ് ആണ്. 9ാമത്തെ ചാപ്റ്ററിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മീൻ ഡീവിയേഷന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂ സിലബസ് ആണ്. അവരുടെ മൊത്തം പാഠഭാഗത്തിന്റെ 60% പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്ററാണ്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്തവർ പഴയ സിലബസ് ആണ്. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മോഡലും പഴയതാണ്. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതാവുന്നതാണ്. തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻ ഡീവിയേഷനെ കുറിച്ച് പറഞ്ഞു. അത് ഇൻഡിവിജ്വൽ സീരീസിൽ എന്താന്ന് പറഞ്ഞു, ഡിസ്ക്രീറ്റ് സീരീസിൽ എന്താണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്? അരിത്തമാറ്റിക് ആവറേജ് ആണ്. ഒരു സീരീസിൽ അരിത്തമാറ്റിക് ആവറേജ് കണ്ടുപിടിച്ചിട്ട് ഓരോ ഐറ്റംസും ഈ ആവറേജിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഡീവിയേഷൻ ആണ്. ആ ഡീവിയേഷനെ നമ്മൾ ടോട്ടൽ ഐറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് മീൻ ഡീവിയേഷൻ. ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ? കഴിഞ്ഞതിൽ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഇവിടെ നമ്മൾ മീൻ വെച്ചിട്ടും മീഡിയം വെച്ചിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ ഇവിടെ നമ്മുടെ ഇക്വേഷന് പഴയ തന്നെയാണ്. മീൻ ഡീവിയേഷന്റെ ഇക്വേഷന് മാറ്റല്ല. മീൻ ഡീവിയേഷൻ ഈക്വൽ ടു കണ്ടിന്യൂസ് സീരീസ് ആണ് സിഗ്മ എഫ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ. കോഎഫിഷ്യന്റ് ആണെങ്കിൽ MD ഡിവൈഡ് ബൈ മീൻ. ഇത് തന്നെയാണ് ഇക്വേഷൻ. ഡിസ്ക്രീറ്റ് സീരീസിന്റെ അതേ ഇക്വേഷൻ തന്നെ കണ്ടിന്യൂസ്. പക്ഷെ കുറച്ചധികം കാൽക്കുലേഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മീൻ കണ്ടുപിടിക്കാതെ ഇക്വേഷൻ പറയുന്നത് സിഗ്മ FM ഡിവൈഡ് ബൈ N. മീഡിയ ആണ് ഇവിടെ ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കുന്നത്. L1 + L/2 - CF ഡിവൈഡ് ബൈ F ഇൻറ്റു I അല്ലെങ്കിൽ C. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻസ് തന്നത് കണ്ടിന്യൂസ് സീരീസ് എന്ന് വ്യക്തമാക്കുന്നത് ഇവിടെ X ഉണ്ട്, F ഉണ്ട്, അതിന് പുറമെ ക്ലാസ് ഇന്റർവെല്ലും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ച്? മീൻ വെച്ചിട്ട് മീഡിയം വെച്ചിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് മീൻ ഡീവിയേഷന് മീൻ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. മീൻ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മീൻ കിട്ടണമെങ്കിൽ അടുത്ത കോളം എന്താണ്? ഇതിപ്പോ X, ഇത് F, അടുത്ത കോളം അല്ലേ M ആണ്. M, പിന്നെ അടുത്ത കോളം FM. ഇങ്ങനെ ഉണ്ടെങ്കിൽ മീൻ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ കുറച്ച് മുട്ടാക്കി എഴുതാം. X, ഇത് F, ഇത് M. എന്നതിന്റെ മിഡ് എത്രയാണ്? 10ന്റെ 20 മിഡ് എത്ര? 15. അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 10ഉം 20ഉം പ്ലസ് ചെയ്യാൻ. ഈ രണ്ടായിട്ടും പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ആയിരിക്കാം. അടുത്ത് 20ഉം 30ഉം പ്ലസ് ചെയ്യാം. 50/2 25. അടുത്ത് 30ഉം 40ഉം പ്ലസ് 70/2 35. അത് 40ഉം 50ഉം പ്ലസ് ചെയ്യാം. 90/2 45. പിന്നെ FM നമ്മൾ F ഇൻറ്റു M 2 × 15, 3 × 25, 4 × 35, 1 × 45, 30, 75, 140, 45. അപ്പൊ മീൻ കണ്ടുപിടിക്കാൻ എളുപ്പമായി. 140ഉം 30, 170. ഇത് 170 ഉണ്ട്. പിന്നെ 75ഉം 5, 80. 80ഉം 40, 120. 120, 170 എത്രയാണ്? 290. ഇതാണ് സിഗ്മ FM. അപ്പൊ മീൻ കണ്ടുപിടിക്കാൻ മതി കേട്ടോ. 290 അല്ല, 290 ഡിവൈഡ് ബൈ N എത്ര നോക്കാം? 4, 5, 3, 8, 2, 10. ആൻസർ 29 ആണ് നമുക്ക് മീൻ വരുന്നത്. അപ്പൊ അടുത്ത കോളനി മീൻ ഡീവിയേഷന് വേണ്ട ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് മീൻ കിട്ടി അല്ലേ? മീൻ എത്ര കിട്ടിക്കുന്നത്? 29. ഓരോ ഐറ്റവും 29 എന്ന് കൊടുക്കാം. ഓരോ ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇതിന്ന് എടുക്കാൻ പ്രയാസമാണ്. ഓരോ ഐറ്റം X എടുക്കാൻ പ്രയാസമാണ്. അപ്പൊ അതിന്റെ മിഡ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ
ഫസ്റ്റത്തെ മിഡ് എത്രയാണ് 15 സോ 15 മൈനസ് മീൻ എത്ര 29 25 മൈനസ് 29 35 മൈനസ് 29 45 മൈനസ് 29 15 29 പോയാൽ മൈനസ് 14 ആണ്. മൈനസ് ഒക്കെ ഇവിടെ പ്ലസ് ആയിട്ട് എടുക്കണം മീൻ ഡീവിയേഷൻ. 25 29 പോയാൽ മൈനസ് 4 4 ആയിട്ട് എടുക്കാം. 35 29 പോയാൽ 6 45 29 പോയാൽ 16 16 35 29 35 40. ഇനി അടുത്ത സിഗ്മ എഫ് ഡീവിയേഷൻ എടുക്കാം. എഫ് ഇൻറ്റു ഡീവിയേഷൻ ആണ്. എഫ് എത്രയാണ് 2 ഇൻറ്റു 14 3 ഇൻറ്റു 4 4 ഇൻറ്റു 6 1 ഇൻറ്റു 16. അപ്പൊ ഈ 2 ഇൻറ്റു 14 28 3 4 12 4 6 24 1 ഇൻറ്റു എത്ര 16 അല്ലേ 16 നോക്കാം. 28 2 30 10 40 ഇത് വരും കേട്ടോ. ഇത് 24 6 30 10 40 40 40 80 ആണ്. സിഗ്മ എഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 80. അപ്പൊ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 80 ഡിവൈഡ് ബൈ n എത്ര n എന്ന് പറയുന്നത് എഫിന്റെ ടോട്ടൽ ആണ് n എന്ന് പറയുന്നത് 10. അപ്പൊ 8 ആണ് മീൻ ഡീവിയേഷൻ വരുന്നത്. ഇനി കോഎഫിഷ്യന്റ് കാണാം. കോഎഫിഷ്യന്റ് ഓഫ് എം ഡി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എം ഡി എന്ന് പറയുന്നത് എത്രയാണ് 8 ഡിവൈഡ് ബൈ മീൻ എത്രയാണ് മീൻ നമുക്ക് കിട്ടിയത് 29 8/29. എപ്പോഴും കോഎഫിഷ്യന്റിന്റെ ആൻസർ 1 താഴെ ആയിരിക്കണം. അപ്പൊ പരീക്ഷക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പൊ 8 ഡിവൈഡ് ബൈ 29 പോലെ 80 എത്ര പോകുന്നുള്ളതാണ്. 30 30 60 2 പോകുക 58 10 2 7 5 2 22 പോരാ ഇതല്ല 220 എത്ര പോകും നോക്കാം. 220 എത്ര ഇതുണ്ട് നോക്കാം കേട്ടോ. 290 ഒരു 63 സ്റ്റാർ 24 സ്റ്റാർ 20 പോയിന്റ് 27 വരും കേട്ടോ. പോയിന്റ് 27. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഏത് വെച്ചിട്ടും കാണാം, മീഡിയം വെച്ചിട്ടും കാണണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തത്. മീൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത് നന്നായിട്ട് മനസ്സിലാക്കാൻ ഞാനിത് മായ്ക്കാൻ പോകുകയാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇത് കാൽക്കുലേഷൻ ആയിട്ട് കിട്ടും. മീഡിയം കാണുമ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് സി എഫ് ആണ് കേട്ടോ. സി എഫ് കാണാം. 2 2 3 5 5 4 9 1 10. നമ്മൾ ഫസ്റ്റ് മീഡിയയിൽ കണ്ടുപിടിക്കേണ്ടത് L1 + n/2 - CF / F ന്റെ ഇത് നമുക്ക് L1 ഉം CF കിട്ടുന്ന n/2 കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ n/2 കാണാം കേട്ടോ. n/2 എന്ന് പറയുമ്പോൾ 10/2 അഞ്ചാമത്തെ ഐറ്റം. അഞ്ചാമത്തെ ഐറ്റത്തിൽ കറക്റ്റ് CF ൽ 5 തന്നെ വരും കേട്ടോ. ഇതിലാണ് 5 ഫിഫ്ത്ത് ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് L1 കിട്ടി. ഇതാണ് L1 വരുന്നത്. n/2 കിട്ടി. CF എന്ന് നമ്മൾ റൗണ്ട് ചെയ്തതിന്റെ തൊട്ട് മുകളിൽ ഇതാണ് CF. F പറയുന്നത് I എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ഓരോ നോക്കാം. L1 എന്ന് പറയുന്നത് എത്രയാണ്? L1 എന്ന് പറയുമ്പോൾ 20 ആണ്. ഫസ്റ്റ് 20 പ്ലസ് n/2 എന്ന് പറയുന്നത് എത്രയാണ്? n/2 എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? 5 കിട്ടിയിട്ടുണ്ട്. മൈനസ് CF ഇതിന് തൊട്ട് മുകളിലുള്ള 2 ഡിവൈഡ് ബൈ F എത്രയാണ്? റൗണ്ട് ചെയ്ത് നേരെ 3 അല്ലേ? ഇൻറ്റു I എന്ന് പറയുമ്പോൾ 30 - 20. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇന്റർവെൽ. അല്ലെങ്കിൽ C എന്ന് പറയും 10. അപ്പൊ 20 പ്ലസ് 5 2 3 ഡിവൈഡ് 3 ഇൻറ്റു 10
20 പ്ലസ് 30/3. ഇപ്പൊ 20 പ്ലസ് 10 = 30 ആണ് നമുക്ക് എന്ത് മീഡിയം വരുന്നത്. അപ്പൊ അടുത്ത കോഡ് ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ കാണുന്നത് ഓരോ ഐറ്റം എടുക്കാം. അപ്പൊ ഇതിൽ ഓരോ ഐറ്റംസ് എടുക്കാം. പക്ഷെ അപ്പൊ ഇതിൽ നമ്മൾ മിഡ് കാണണം. ഇവിടെ മിഡ് കാണുന്നുണ്ട്. ഇത് 10ന്റെ 20ന്റെ മിഡ് 30. 10 20 30 30 2 15 20 30 30 20 കൂട്ടിയാൽ 50 50 2 25 40 30 70 2 35 45. ഫസ്റ്റത്തെ മിഡ് എത്ര 15. 15 മൈനസ് 30. അടുത്ത് നോക്കാം 25 മൈനസ് 30. അടുത്തത് 35 മൈനസ് 30. അടുത്തത് 45 മൈനസ് 30. അപ്പൊ എത്ര വരും മൈനസ് 15 ആക്കി എടുക്കാം. 5 5 15. ഇതാണ് ഡീവിയേഷൻ വരുന്നത്. അടുത്ത പോലെ എഫ് ഡീവിയേഷൻ ആണ്. എഫ് ഡീവിയേഷൻ ആണ്. എഫ് ഡീവിയേഷൻ ആണ്. എഫ് ഇൻറ്റു ഡീവിയേഷൻ ആണ്. ഫസ്റ്റത്തെ എഫ് എത്രയാണ് നോക്കാം. ഫസ്റ്റത്തെ എഫ് 2 ആണ്. 2 ഇൻറ്റു 15 എത്ര 2 ഇൻറ്റു 15 30. 3 ഇൻറ്റു ഡീവിയേഷൻ 5 15. 4 ഇൻറ്റു 5 20. ഓക്കെ. 1 ഇൻറ്റു 15 15. ഇതാണ് എഫ് ഡീവിയേഷൻ. ഇപ്പൊ 40 35 5 40 50 30 80. 30 15 45 5 50 10 60 80. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ എഫ് ഡീവിയേഷൻ എന്നത് 80/n എത്ര 10 = 8. ഇതേപോലെ കോഎഫിഷ്യന്റ് കാണാം. md 8 ഡിവൈഡ് ബൈ മീഡിയൻ എത്രയാണ് മീഡിയൻ 30 ആണ്. 8/30 എത്ര നോക്കട്ടോ. 8 ആയിരിക്കണം 30 പോവില്ല. 80 എത്ര ഉണ്ട് 2 60 20 പോവില്ല. 0 200 എത്ര 30 വെക്കുക 0.26 കേട്ടോ. 0.26. ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാണ്ട് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ ചോദിക്കുള്ളൂ. മീൻ ഡീവിയേഷൻ ഫ്രം മീന് മാത്രമേ ചോദിക്കുള്ളൂ. കാരണം കാൽക്കുലേഷൻ കുറേ ഉള്ളതാണ്. അല്ലെങ്കിൽ മീഡിയം മാത്രമേ ചോദിക്കുന്നത്. മോഡ് നമുക്ക് വല്ലാതെ ഇമ്പോർട്ടൻ്റ് ഇല്ല. മോഡ് വെച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ മോഡ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് മോഡിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നമ്മൾ അടുത്ത വീഡിയോയിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലോറൻസ് കർവ് ആണ്. പിന്നെ നമ്മളതിന് വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷ എഴുതാനുള്ള അഡ്മിഷനും ക്ലാസ്സുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഓൺലൈനായിട്ട് +2 പരീക്ഷ എഴുതാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി PG അഡ്മിഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷനും മറ്റു കാര്യങ്ങളും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.